അത് ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. നിലവിലെ പോളിംഗ് ശതമാനം അനുസരിച്ച് 72% കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായ കണക്കുകൾ വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണത്തെ 76% കടക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരികയും ചെയ്യുന്നു. ഏതായാലും 76% താഴേക്ക് വല്ലാതെ പോകാനും സാധ്യതയില്ല. എന്താണ് നിങ്ങളുടെ അവസാന മണിക്കൂറിലെ ഇപ്പോൾ ഈ പോളിംഗ് കഴിഞ്ഞ ശേഷമുള്ള കണക്കുകൂട്ടൽ? പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള യഥാർത്ഥ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. ഓരോ ബൂത്തുകളിൽ നിന്നും 230ഓളം ബൂത്തുകളുണ്ടല്ലോ, ആ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ കൃത്യമായിട്ട് വന്ന് അത് അവലോകനം ചെയ്താലാണ് നമുക്ക് അന്തിമമായിട്ടുള്ള ഒരു വിശകലനം കിട്ടുകയുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടേതായിട്ടുള്ള വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്തിട്ടുണ്ട്, അത് പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത രാഷ്ട്രീയ വിഷയങ്ങൾ, അതിൻ്റെ ഓരോ ചർച്ചയിലും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത, അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച ഓരോ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും സജീവമായിട്ടുള്ള ചർച്ചാ വിഷയമാക്കിയതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അന്തിമമായിട്ടുള്ളൊരു കണക്ക് ഓരോ ബൂത്തുകളിൽ നിന്ന് വരുന്നത് ശേഖരിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു വിശകലനം കഴിഞ്ഞതിന് ശേഷം പാർട്ടി നേതൃത്വം തന്നെ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്തിമ കണക്ക് പുറത്തുവിടും. ഞങ്ങളെല്ലാം വളരെ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. നേതാക്കൾ ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയ നേതാക്കൾ, അത് UDFന്റെ നേതാക്കളൊക്കെ പറയുന്നത്, ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കും എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വോട്ട് കണക്ക് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എന്ന് LDFൽ നിന്ന് പ്രതികരിച്ച് കണ്ടില്ല. ഒരു ആത്മവിശ്വാസക്കുറവായി അതിനെ വിലയിരുത്തുന്നവരുണ്ട്. അല്ല, ശ്രീ രമേശ് ചെന്നിത്തല 2 ദിവസം മുമ്പ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള സാധ്യത പോലും അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾ കേരളത്തിന്റെ ചുമതലയുള്ളവരോട് പോയി ചോദിക്കുക എന്ന് പറയുകയാണ് ചെയ്തത്. അല്ല, തെരഞ്ഞെടുപ്പാണല്ലോ, താങ്കളടക്കം അവിടെ ആദ്യഘട്ടത്തിൽ പ്രചരണത്തിനുണ്ടായിരുന്നല്ലോ, ഏതെങ്കിലും ഒരു സാധ്യത പറയൂ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയാം, അദ്ദേഹത്തിന് സ്വപ്നം കാണുമ്പോൾ നല്ല രൂപത്തിൽ തന്നെ സ്വപ്നം കാണാലോ, സ്വപ്നം കണ്ടോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചു, പരമാവധി ഞങ്ങളുടെ വോട്ടുകൾ ചെയ്യിച്ചു. അത് ഓരോ ബൂത്തിൽ നിന്നുള്ള കണക്ക്, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള പരിശോധന ബൂത്ത് അടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ LDF വോട്ടെത്ര, UDF വോട്ടെത്ര, BJP വോട്ടെത്ര, ചാഞ്ചാടി നിൽക്കുന്ന വോട്ടെത്ര, ശ്രമിച്ചാൽ കിട്ടുന്ന വോട്ടെത്ര എന്ന രൂപത്തിൽ കൃത്യമായിട്ട് കണക്കെടുത്തിട്ടാണ് ഞങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഓരോ ആഴ്ചയും വിലയിരുത്തി മുന്നോട്ട് പോകുന്നത്. അന്തിമ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ നിശ്ചയിച്ച ഓരോ വോട്ടർമാരെയും കേന്ദ്രീകരിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായി ചെയ്ത വോട്ടിന്റെ കണക്ക് കൂടി വന്നാലാണ് ഞങ്ങൾക്ക് അന്തിമമായിട്ട് ഞങ്ങളുടെ ഒരു ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറയാൻ കഴിയും. ഇപ്പൊ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ സ്വരാജ് വൻ വിജയം നേടും. ഇപ്പൊ തന്നെ താങ്കളടക്കം കണ്ടു കാണും, വിദേശത്തുനിന്ന് അടക്കമുള്ളവർ സ്വരാജിന് ഒരു വോട്ട് ചെയ്യാൻ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് ഒരു വോട്ട് ചെയ്യാൻ രാവിലെ ഫ്ലൈറ്റ് പിടിച്ച് വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിതാവ് മരിച്ചിട്ട് 5 ദിവസം പോലും ആയില്ല, ആ മണ്ഡലത്തിൽ നിന്ന് വളരെ ദൂരെയാണ്, തറവാട്ട് വീട്ടിലാണ് പിതാവ് മരണപ്പെട്ടത്. ആ വീട്ടിൽ നിന്ന്, ആ മരണ വീട്ടിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യാൻ വന്ന് കാത്തു നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും ആ മണ്ഡലത്തിന്റെ ഒരു ആവേശമായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി മാറി. സ്വരാജ് ജയിക്കേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ തന്നെ ആവശ്യമാണ്, മലയാളികളുടെ ആവശ്യമാണ്. നിയമസഭയിൽ സ്വരാജിന്റെ ശബ്ദം മുഴങ്ങേണ്ടത് ഈ നാടിന് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ തന്നെയാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എല്ലാ വോട്ടർമാർക്കും, അത് രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലീഗിന്റെ തന്നെ നേതാക്കന്മാർ സ്വരാജിനെ കുറിച്ച് ഈ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ പറഞ്ഞ വാചകങ്ങളെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെയുണ്ട്. സഖാവ് P. ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം ഇത്രയധികം വായനയുള്ള സൗമ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല, അദ്ദേഹം ജയിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ പല നേതാക്കന്മാർ എതിർ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിലൊരു വലിയ വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം നന്നായി തന്നെ ചർച്ച ചെയ്തു. അത് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രകടന പത്രികയെ തുടർന്നുള്ള ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് 1 മാസം മുമ്പ് ജനങ്ങൾക്ക് സമർപ്പിച്ചത്. അതുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ വികസനം എത്താത്തതുണ്ടോ, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച തരത്തിലല്ലേ, കുറവുകളുണ്ടോ, എന്തൊക്കെയാണ് നേട്ടങ്ങൾ, അത്തരത്തിൽ വളരെ സജീവമായിട്ടുള്ള ചർച്ചയാണ് കുടുംബയോഗങ്ങളിലും അതുപോലെ തന്നെ കോർണർ യോഗങ്ങളിലും എല്ലാം നടന്നത്. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായി ആത്മവിശ്വാസത്തിൽ സ്വരാജ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് 23-ാം തീയതി എത്തും എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കും ഭൂരിപക്ഷവും എല്ലാം ഞങ്ങളുടെ കണക്കുകൾ, ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകളെ കോർഡിനേറ്റ് ചെയ്ത്, ചില ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടിംഗ് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്, അന്തിമമായിട്ടുള്ള കണക്ക് കോർഡിനേറ്റ് ചെയ്ത് പറയും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.